നമസ്തേ. ശ്രീഭദ്ര വാസ്തു ജ്യോതിഷം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ കുറച്ച് ഫലങ്ങളാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നക്ഷത്രങ്ങളിൽ 11ാമത് വരുന്നതും ചിങ്ങം രാശിയിൽ സ്ഥിതിയുള്ളതുമായ നക്ഷത്രമാണ് പൂരം. പൂരം നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ശുക്രനാണ്. ഈ നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർ സുന്ദരന്മാരും തികഞ്ഞ സ്വാതന്ത്ര്യബോധമുള്ളവരും ഏതെങ്കിലും വിധത്തിൽ കീർത്തിയുള്ളവരുമായിരിക്കും. എന്നാൽ ഏതെങ്കിലും ഒരു കാര്യം ഇവരെ സദാ അലട്ടിക്കൊണ്ടിരിക്കും. ഇവരിൽ കോപവും ശാന്തതയും ഒരേ സമയത്ത് തന്നെ കാണാൻ കഴിയും. മറ്റുള്ളവരുടെ ആശയങ്ങളറിഞ്ഞ് പ്രവർത്തിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവാണ്. പൂരം നക്ഷത്രക്കാർ പൊതുവെ മറ്റുള്ളവരുടെ പിണിയാളായി ജീവിക്കാൻ നിന്നുകൊടുക്കാറില്ല. അതിനാൽ യജമാനപ്രീതി ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കാര്യവിഘ്നങ്ങളും ചില്ലറ ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരും. ഇവരുടെ അഭിമാനബോധമാണ് ഇതിന് കാരണം. ഇവരുടെ എല്ലാ ഇടപാടുകളും മാന്യത പുലർത്തുവാനാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. ഇവർക്ക് ആകർഷകത്വമുള്ള ശരീരപ്രകൃതവും ആരോഗ്യവും ഉണ്ടായിരിക്കും. ഇവർ മര്യാദക്കാരാണെങ്കിലും ന്യായവിരുദ്ധമായ കാര്യങ്ങളെ ഇവർ എതിർക്കും. കഷ്ടനഷ്ടങ്ങൾ ഏൽക്കേണ്ടി വന്നാലും ന്യായത്തിൻ്റെ ഭാഗത്ത് നിലകൊള്ളുന്നവരായിരിക്കും. ഇവർ പരമാർത്ഥത്തെ ബലി കൊടുക്കാൻ തയ്യാറല്ലാത്തവരാണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ഒളിഞ്ഞും തെളിഞ്ഞും എപ്പോഴും ശത്രുക്കളുണ്ടായിരിക്കുമെന്നതാണ്. ഇത് ഇവരുടെ ജീവിത പുരോഗതി പല അവസരത്തിലും തടസ്സപ്പെടുത്താറുണ്ട്. ഏതു മണ്ഡലങ്ങളിലും അസാമാന്യമായ ഉയർച്ചയുള്ളവരായിരിക്കും. അധികാരമോഹം ഇവർക്ക് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ആ സ്ഥാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. പറയുന്നത് പോലെ പ്രവർത്തിക്കുക, ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, കൃത്യനിഷ്ഠ പാലിക്കുക, ഇക്കാര്യങ്ങൾക്ക് ഇവർ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കും. സ്വഭാവശുദ്ധിയും ബുദ്ധിസാമർഥ്യവും ഉള്ളവരാണെങ്കിലും ഇവർക്ക് അർഹതപ്പെട്ട അഭിവൃദ്ധി ഉണ്ടായിക്കാണുന്നില്ല. എന്നിരുന്നാലും പറയത്തക്ക അധപതനവും ഇവർക്കുണ്ടാകുന്നതല്ല. ഇവർക്ക് ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഉണ്ടാകും. ഇവരുടെ പ്രവർത്തന രംഗം ഒരേ ലക്ഷ്യത്തിലും മാർഗത്തിലുമുള്ളതായിരിക്കുകയില്ല. ഇവർക്ക് മിക്കവാറും 45 വയസ്സിന് മേലായിരിക്കും നല്ല കാലത്തെ പ്രതീക്ഷിക്കാവുന്നത്. പണസംബന്ധമായ കാര്യങ്ങളിൽ ഇവർ കണിച്ചക്കാരാണെങ്കിലും ഇടപെടുന്നയാളുകളിൽ നിന്നും മോശമായ അനുഭവങ്ങളായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത്. ഉദ്യോഗത്തിലും മറ്റ് പ്രവൃത്തി മേഖലകളിലും ഇവർ നല്ല നിലയിൽ ശോഭിച്ചു കാണുന്നു. അവിടെയെല്ലാം തന്നെ ഇവർക്ക് മാന്യമായ ഒരു സ്ഥാനം ലഭിക്കാറുണ്ട്. ആർഭാടമില്ലാത്ത സ്വസ്ഥമായ ഒരു ജീവിതമായിരിക്കും ഇവർക്കുള്ളത്. എല്ലാ കാര്യങ്ങളിലും ഒരു കുലീനത ഇവരിൽ കാണാൻ കഴിയും. പൂരം നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം സൗഭാഗ്യകരമായിരിക്കും. നല്ല ഭാര്യപുത്രാദികൾ ലഭിക്കുകയും അതുവഴി ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുകയും ചെയ്യും. വയറിനോ പല്ലിനോ തലയ്ക്കോ രോഗങ്ങൾ വന്നു ഭവിച്ചേക്കാം. എന്നിരുന്നാലും സ്ഥിരമായി നിൽക്കുന്ന രോഗങ്ങളൊന്നും ഇവരെ ബാധിക്കാറില്ല. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അത്ര നല്ലതല്ല എന്നൊരു പറച്ചിലുണ്ട്. അത് അത്ര കണ്ട് ശരിയാണെന്ന് പറയാൻ കഴിയില്ല. ഇവർ സൗഭാഗ്യവതികളായും നല്ല സന്താനങ്ങളോട് കൂടിയവരായും കാണപ്പെടുന്നുണ്ട്. നീതി നിർവഹണത്തിലും കൃത്യനിഷ്ഠയിലും ഇവർ പ്രശംസ അർഹിക്കുന്നവരായിരിക്കും. സംസാരചാരുതയും ഉപകാരസ്മരണയുമുള്ളവരായിരിക്കും. എങ്കിൽ തന്നെയും തനിക്ക് തൻപോന്ന ഒരു സ്വഭാവം മുന്നിട്ട് നിൽക്കുന്നതായി കാണാൻ കഴിയും. ഇതുമൂലം മറ്റുള്ളവരുടെ ശത്രുത്വത്തിനും അപവാദ പ്രചരണത്തിനും ഇടയാകാറുണ്ട്. ഗർവവും ദുശാഠ്യവും ഇവർക്ക് മുന്നിട്ട് നിൽക്കുന്ന ദോഷങ്ങളായിരിക്കും.
പൂരം നക്ഷത്രക്കാർക്ക് അത്തം, ചോതി, അനിഴം, മകയിരം ഈ നക്ഷത്രക്കാരുമായി ഒരു ഇടപാടുകളും ശോഭനമായിരിക്കുകയില്ല. പൂരം നക്ഷത്രം ശുഭകർമ്മങ്ങൾക്കൊന്നും സ്വീകരിക്കാൻ പാടില്ല. പൂരം നക്ഷത്രക്കാർ ശുക്രദശയിലാണ് ജനനം. തുടർന്ന് ആദിത്യദശ, ചന്ദ്രദശ, ചൊവ്വദശ, രാഹുദശ, വ്യാഴദശ ഇങ്ങനെയാണ് ദശാകാലങ്ങൾ കടന്നു പോകുന്നത്. പൂരം നക്ഷത്രക്കാരുടെ പൊതുവായ കുറച്ച് ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ജനന സമയത്തെ ഗ്രഹസഞ്ചാരമനുസരിച്ച് ഫലത്തിൽ മാറ്റം വന്നേക്കാം. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.